പ്രഭാഷകൻ്റെ പുസ്തകം 32-ാം അധ്യായം 14-ാം വാക്യം നമ്മൾ വായിക്കുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവൻ അവിടുത്തെ ശാസനം സ്വീകരിക്കുന്നു. പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവന് കൃപ ലഭിക്കും. ദൈവഭക്തി എന്ന് പറയുന്നത് കർത്താവിനോടുള്ള ഭയമാണ്, അവിടുത്തെ ശാസനം സ്വീകരിക്കുന്നതാണ്. ഇനി പ്രഭാതത്തിൽ ഉണർന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് ദൈവീകമായ കൃപകൾ ലഭിക്കും. പല ആളുകളും വന്ന് ചോദിക്കാറുണ്ട്, അച്ഛാ ഈ കൃപ ലഭിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? എൻ്റെ കൃപ വർദ്ധിപ്പിക്കാനായിട്ട് എന്ത് ചെയ്യണം? ഉത്തരം ഇതാണ്: അതിരാവിലെ ഉണർന്ന് പ്രാർത്ഥിക്കുക. 3 മണി മുതൽ 6 മണി വരെയുള്ള പ്രഭാത സമയങ്ങൾ അത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി അതിനു മുൻപേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത്, 2 മണി മുതൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ ഈശോ കടലിന് മീതെ നടക്കുന്ന ഭാഗം, മത്തായിയുടെ സുവിശേഷം 14-ലാണ് വെള്ളത്തിന് മീതെ നടക്കുന്ന ഭാഗം 22 മുതലുള്ള വചനങ്ങൾ ഉണ്ട്. അവിടെ രാത്രി മുഴുവനും ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാം. രാത്രി മുഴുവനും ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകാന്തതയിൽ അവൻ പ്രാർത്ഥിച്ചു. ശിഷ്യന്മാർ കടലിലൂടെ സഞ്ചരിക്കാൻ പോയപ്പോഴും ഈശോ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ അവിടെ ഇരുന്നു. എന്നാൽ രാത്രിയുടെ 4-ാം യാമത്തിൽ എന്ന് പറയും, 4-ാം യാമം എന്ന് പറയുന്നത് ഏതാണ്ട് പ്രഭാതമാകുന്ന സമയമാണ്. 3 മണി മുതൽ 6 മണി വരെയുള്ള സമയത്തെയാണ് 4-ാം യാമം എന്ന് പറയുന്നത്. ഈ 4-ാം യാമമായപ്പോൾ ഈശോ കടലിന് മീതെ നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു എന്ന് പറയുന്നുണ്ട്. കാറ്റ് പ്രതികൂലമായ ഒരു സമയമായിരുന്നു അത്. അതായത് ഈ രാത്രിയുടെ 4-ാം യാമം അത് എന്നും അതൊരു പ്രതികൂലത്തിൻ്റെ സമയമാണ്. നമ്മളുടെ പ്രകൃതി കലുഷിതമാകുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് എക്സോർസിസ്റ്റുകളായിട്ടുള്ള വൈദികരൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്: അത് പൈശാചിക ശക്തികൾ ഇളകുന്ന സമയമാണ്. പ്രത്യേകിച്ച് ഈശോ മരിച്ചത് പകൽ 3 മണിക്കാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സമയം, അതിൻ്റെ ഒരു പാരഡി സമയമാണ് രാത്രി 3 മണി. അപ്പോൾ പൈശാചിക ശക്തികൾ, ഈശോയ്ക്ക് എതിരെ നിൽക്കുന്ന ശക്തികൾ, എതിരരൂപികൾ, ആൻറ്റിക്രൈസ്റ്റ് അരൂപികൾ ഉണരുന്ന സമയമായി ഈ രാത്രി 3 മണി നേരത്തെ പലരും പറയാറുണ്ട്. അപ്പോൾ 2 മണിക്ക് തന്നെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങി ആ തിന്മയുടെ ശക്തികൾ പ്രബലമാകുന്നതിന് മുൻപേ അതിനുവേണ്ടി ഒരുങ്ങി പ്രാർത്ഥിക്കുന്നത് നമ്മളുടെ കൃപ, പ്രത്യേകിച്ച് നമ്മളുടെ ജീവിതത്തിൽ തിന്മകളെ അതിജീവിക്കാനുള്ള കൃപകൾ വർദ്ധിപ്പിക്കുന്നതിന്, നമ്മളുടെ സംശുദ്ധീകരണത്തിനുള്ള കൃപകൾ, നമ്മളുടെ വിശ്വാസ പൂർണ്ണതയിലേക്കുള്ള, പ്രാർത്ഥനയുടെ പൂർണ്ണതയിലേക്കുള്ള, അല്ലെങ്കിൽ ആത്മീയ വളർച്ചയിലേക്കുള്ള കൃപകൾ വർദ്ധിക്കുന്നതിന് കാരണമാകുന്നുള്ളത്. അതിരാവിലെ എഴുന്നേറ്റ് ഏകാന്തമായിരുന്ന് പ്രാർത്ഥിക്കുക, ദൈവവചനം വായിക്കുക. അപ്പോൾ 2 മണിക്കൊക്കെ എഴുന്നേറ്റിരുന്ന് കുറേ നേരം പ്രാർത്ഥിച്ച് 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ ഇരുന്ന് പ്രാർത്ഥിച്ച് എന്നിട്ട് പ്രഭാതമാകുമ്പോൾ അല്പം നേരം കൂടുതൽ കിടന്നുറങ്ങുന്നതിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ അതിരാവിലെ പ്രാർത്ഥിക്കാൻ വേണ്ടി രാത്രി നേരത്തെ കിടന്നുറങ്ങുക, നേരത്തെ കിടന്നുറങ്ങി രാവിലെ നമ്മൾ പ്രാർത്ഥിക്കാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് സാധ്യമായ കാര്യങ്ങളാണ്. അത് ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ നമ്മളുടെ കൃപ വർദ്ധിക്കാനായിട്ട് ഇടയാകും. അതിന് ബിബ്ലിക്കൽ ആയിട്ടുള്ള വചന സംബന്ധിയായിട്ടുള്ള ഒരു ബലം നൽകുന്ന വചനങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. പ്രഭാഷകൻ്റെ പുസ്തകത്തിലെ 32-ാം അധ്യായം 14-ാം വാക്യം. നമുക്ക് ഈ വചനം ഓർക്കാം. ഈ വചനം നമ്മളുടെ മനസ്സിൽ കരുതി വെച്ചുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ പാലിക്കാനായിട്ട് ശ്രമിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.